Hi all, welcome to Nisha's Online Academy. നമ്മൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നത്. സോ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണ്. പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് സിയും ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസും കൂടിയും കിട്ടും. അപ്പോൾ നന്നായി വാച്ച് ചെയ്യുക. നിഷാസ് ഓൺലൈൻ അക്കാഡമി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സയൻസ് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ മനസ്സിലായിരുന്നു എക്സാം എളുപ്പമാണോ അത് വിഷമമായിരുന്നോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണം. അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്കൊരു ഇംപ്രൂവൈസേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വേഗം സമയം കളയുന്നില്ല, ഞാൻ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഓക്കെ, വേഗം നോക്കി നോക്കൂ. റിപ്പീറ്റേഷൻ വന്നു കണ്ടോ? വാട്ട് ഈസ് എ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന്. എന്താണ് നമ്മൾ ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രൊജക്റ്റ് പ്രാക്ടിക്കൽ ആണോ, നടക്കുമോ ഇല്ലേ, ഇത് നടപ്പാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന എന്ത് പ്രാക്ടിക്കൽ ആണോ വയബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. അതിനെയാണ് എന്ത് പറയുക? ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് നോക്കുക. വെദർ ദി പ്രൊജക്റ്റ് എന്താ, ഒരു ടെമ്പററി ആക്ടിവിറ്റി ആണ്. ദർ വിൽ ബി എൻ ഔട്ട്പുട്ട്, അതിൻ്റെ എൻഡിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ എഴുതുക അല്ലേ. എക്സാമ്പിൾ, കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രിഡ്ജ്, കൺസ്ട്രക്ഷൻ ഓഫ് എ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലാറ്റ്സ്, ഇതൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ്. സോ നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ മാർക്കറ്റിലേക്ക് മാച്ച് ചെയ്യോ, പ്രാക്ടിക്കൽ ആണോ വയബിൾ ആണോ, അതിൻ്റെ ഫൈനാൻഷ്യൽ വയബിലിറ്റി, ലീഗലി, ഓപ്പറേഷണൽ, ടെക്നിക്കൽ വയബിലിറ്റി ഒക്കെ നമ്മൾ പഠിക്കും. സോ അതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ആൻഡ് വയബിൾ, അതിനെയാണ് ഈ രണ്ട്. വെദർ ദ പ്രോജക്റ്റ് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് വയബിൾ, ദാറ്റ് സ്റ്റഡി ഈസ് നോൺ ആസ് ഫീസിബിലിറ്റി സ്റ്റഡി. ഈ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടൊക്കെ നമ്മൾ ബാങ്കിൽ ലോൺ കിട്ടണമെങ്കിൽ വെക്കാറുണ്ട് കേട്ടോ. പൊതുവെ ഡീറ്റെയിൽ DPR വെക്കുന്ന പോലെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട്. ഹു ഈസ് എ പ്രൊജക്ട് മാനേജർ? പ്രൊജക്റ്റിൻ്റെ എല്ലാ ഫേസസും ഉണ്ടല്ലോ, ഇനീഷ്യേഷൻ, പ്ലാനിങ്, എക്സിക്യൂട്ടിങ്, കൺട്രോളിങ്, അതൊക്കെ ഉണ്ടല്ലോ. ആ മൊത്തം ഫേസസ്, പ്രൊജക്റ്റിൻ്റെ ഫേസസ് റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളെയാണ് എന്ത് പറയുക? പ്രോജക്റ്റ് മാനേജർ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവണം അയാൾക്ക് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ദേ കോർഡിനേറ്റ് റിസോഴ്സസ്, മാനേജ് ദി പ്രോജക്റ്റ് ടീം ആൻഡ് എൻഷുർ ദി ഒബ്ജക്റ്റീവ്സ് ആർ. പ്രൊജക്ട് മാനേജ് മോണിറ്റർ ചെയ്യും, റിസ്ക്കും പ്രോഗ്രസ്സും ഒക്കെ മോണിറ്റർ ചെയ്യും. ലിസ്റ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ ഇതെന്താ, ഒരു സ്റ്റാർട്ടിംഗ് ടൈമും ഒരു എൻഡ് ടൈമും ഉണ്ടാവും. ഓരോ ആക്ടിവിറ്റിയിലേക്കും 4 M's വേണം. ഏതൊക്കെയാ 4 M's? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതന്നെ, മെൻ, മെഷീൻ, മണി, മാർക്കറ്റ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതേണ്ടി വരും കേട്ടോ, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. വാട്ട് ഈസ് മെൻ ബൈ പ്രോജക്ട് പ്രൊഫൈലിംഗ്? റിപ്പീറ്റേഷൻ അല്ലേ. എന്തായിരുന്നു പ്രൊഫൈൽ എന്ന് ചോദിച്ചത്? നമ്മൾ ഒരാളുടെ പേരും അഡ്രസ്സും, അതേപോലെ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രിലിമിനറി ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത് പ്രോജക്റ്റ് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്? അതൊരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് സ്റ്റഡി, ടെക്നിക്കൽ, ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടാണ് ആവാം. ഓക്കെ, വാട്ട് ആർ സോഷ്യൽ കോസ്റ്റ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. സോഷ്യൽ കോസ്റ്റ് ഉള്ളത് ഓരോ എന്താണ് നെഗറ്റീവ്, ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ കൊണ്ടുവരും. അതിനെയാണ് എന്ത് പറയുക? സോഷ്യൽ കോസ്റ്റ്. ഇപ്പോൾ ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ നാച്ചുറലി അവിടെ പ്രൊഡക്ഷൻ ഒക്കെ തോന്നു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് നോൺ ആസ്, അതൊരു സോഷ്യൽ കോസ്റ്റ് കൊണ്ടുവന്നു. ഇപ്പോൾ കുറേ കുഴൽക്കിണറുകൾ അവർ ആ നാട്ടിൽ കുഴിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്തായി? വെള്ളം കിട്ടാതെയാവും, മറ്റുള്ളവർക്ക് കിട്ടാതെ. ഇപ്പോൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് എ പ്രൊജക്റ്റ് ഓൺ സൊസൈറ്റി ആൻഡ് ദി എൻവയൺമെൻറ്റ്. ഇത് പൊല്യൂഷൻ ആവാം, ആൾക്കാരെ മാറി താമസിക്കേണ്ടി വരും, അവിടുന്ന് ഡാമേജസ് ടു നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. വാട്ട് ഡു യു മീൻ ബൈ പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിനുള്ള റിസോഴ്സസ്, മെൻ, മെഷീനറി, മണിയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, കോസ്റ്റ് എത്ര വരും എന്നറിയാം, ആർക്കൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ഉള്ളതിനെയാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്നാണ് പറയുക. പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്താ? ഇറ്റ്സ് എ പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രോസസ് എന്നുള്ള വേർഡ് എപ്പോഴും ആഡ് ചെയ്യുക. It is the process of planning,
organizing, directing, controlling the resources needed for project ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മാനേജ്മെന്റ് അല്ലേ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, ഒക്കെ അറിയാം അതൊക്കെ. വാട്ട് ഈസ് മെന്റ് ബൈ മാർജിൻ മണി? മാർജിൻ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രോജക്റ്റ് പ്രൊമോട്ടർ is the portion of the that must be project പ്രൊമോട്ട് ചെയ്യുന്ന ആള് ഇതിലേക്ക് ഇറക്കേണ്ട പൈസയാണ് മാർജിൻ മണി. അതായത് ഓണറുടെ പൈസ. നമ്മുടെ പ്രൊജക്റ്റില് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് is known as മാർജിൻ മണി. എന്താ മാർജിൻ മണി എന്ന് പറഞ്ഞാൽ ഓണർ പ്രൊജക്റ്റിന്റെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പ്രൊജക്ട് ഓണർ ഈസ് നോൺ ആസ്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ലോൺ ഓൺലി ആഫ്റ്റർ ഇവരുടെ ഓണർ എത്ര പൈസ ഇടുന്നുണ്ട് എന്നുള്ളത് ആര് ചോദിക്കും? ബാങ്ക് ചോദിക്കും. എന്നിട്ടാണ് ബാങ്കിന്റെ ലോൺ എമൗണ്ട് അവർ തീരുമാനിക്കുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർജിൻ മണി എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രോജക്റ്റ് റിസ്ക് മാനേജ്മെന്റ്? ഓരോ പ്രോജക്റ്റിനും ദർ വിൽ ബി ഐഡന്റിഫൈഡ് റിസ്ക് ഉണ്ടാവും. ആ റിസ്കിനെ കൺട്രോൾ ചെയ്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, ഇൻഷുറൻസ് ഒക്കെ ചെയ്യേണ്ടടുത്ത് ഇൻഷുർ ചെയ്തിട്ട് റിസ്കിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. What do you mean by capital structure? നമുക്ക് 4 സ്ഥലത്തു നിന്നാണ് ഫണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് എഴുതുക. there are 4 sources of fund. own fund, അതിന്റെ വേറൊരു പേര് റീറ്റെയിൻഡ് പറയാ, ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, ലോണ്. സോ ഇതിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. സോ കോമ്പിനേഷൻ എന്നുള്ള വേർഡ് ഉണ്ടാവണം. പിന്നെ ഈ 4 എല്ലാ സോഴ്സസിന്റെ പേരും പറയണം. എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ റിസ്ക്കും റിട്ടേൺ തമ്മിൽ അവർ ബാലൻസ്. റിസ്ക് കൂടുന്തോറും റിട്ടേൺ കൂടും, റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ കുറയും. വാട്ട് ഡു യു മീൻ ബൈ പ്രോജക്റ്റ് അപ്രീസ്? ഇവാലുവേഷൻ ഓഫ് എ പ്രോജക്റ്റ് ബിഫോർ ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. ഒരു അപ്രൂവൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? അടുത്ത സെക്ഷനിലേക്ക് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്റ്റ് കൺട്രോൾ. അപ്പോൾ ആ 4 M's കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും, സമയത്ത് പ്രൊജക്റ്റ് തീരാൻ ഹെൽപ്ഫുൾ ആയിരിക്കും, കോസ്റ്റ് റിഡക്ഷൻ ആയിരിക്കും, ഓവറോൾ എഫിഷ്യൻസി കൂട്ടും. ഇതൊക്കെ നമുക്ക് നല്ലൊരു പ്രൊജക്റ്റിനെ പറ്റി പറയാവുന്ന നല്ല നല്ല സെന്റൻസുകളാണ്. സോ ഇത് പ്ലാനിങ്, ഓർഗനൈസിങ് ഇതിലൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിന്റെ ഡീവിയേഷൻസ് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. സോ അതൊക്കെയാണ് ഇവിടെ പറയേണ്ട പോയിന്റ്സ്. പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ ലൈഫ് സൈക്കിൾ പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ നടത്തുക, അതിനെ ഫോർമുലേറ്റ് ചെയ്യുക, ഒരു ഡീറ്റെയിൽ പ്ലാൻ ആക്കുക, അതിനെ ടെക്നിക് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക, അതിനാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുക. ഇംപ്ലിമെന്റ് ചെയ്യുക ആ പ്രൊജക്റ്റിന്റെ വർക്കാണ്, എന്നിട്ട് മോണിറ്ററും കൺട്രോളും ചെയ്യുക, എന്നിട്ട് പ്രോജക്റ്റ് കംപ്ലീഷൻ വന്നാൽ അതിനെ ഫൈനൽ റിവ്യൂ ചെയ്ത് നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് പെർട്ട് നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൽ പറഞ്ഞതാണ്. കോംപ്ലെക്സ് പ്രൊജക്ട്സിലെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ, EST, EFT ഇതൊക്കെ കാണാൻ ഏത് പെർട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല ടൈം മാനേജ്മെന്റ് നമുക്ക് കിട്ടും. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്പറേഷൻ മാനേജ്മെന്റ് സയൻസ് ആലോചിച്ചിട്ട് തിയറി ചെയ്ത ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈം ആയിരിക്കില്ല, അതേപോലെ എക്സ്പേർട്ടിന്റെ നോളജ് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് കൺട്രോളിനെ ഫോക്കസ് ചെയ്യില്ല, പണി സമയത്ത് കഴിയുന്നു മാത്രമേ നോക്കുന്നുള്ളൂ, അതിന്റെ കോസ്റ്റിനെ കുറിച്ച് ബോധേഡ് അല്ല. എന്ത് ടൈപ്പ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്താം? റിപ്പീറ്റഡ് ആണ്. ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കണം, ടെക്നോളജി ഏതൊക്കെയാണ് വേണ്ടതെന്ന്, ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി ഇവിടെ ഉണ്ടോ, ഇക്കണോമിക് ഫീസിബിലിറ്റി, കോസ്റ്റ്, ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, മാർക്കറ്റ് ഫീസിബിലിറ്റി, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, ഓപ്പറേഷണൽ ഫീസിബിലിറ്റി അതായത് എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, ലീഗൽ നമ്മുടെ നാട്ടിലെ നിയമം അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ലീഗൽ ഫീസിബിലിറ്റി സ്റ്റഡി. എന്തൊക്കെയാണ് പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്? ഒരു കറക്റ്റ് ഷെഡ്യൂൾ ടൈം ഉണ്ടാക്കുക, കോസ്റ്റ് ബഡ്ജറ്റ് ഉണ്ടാക്കുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക, റിസ്ക്കും അൺസർട്ടനിറ്റിയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൊണ്ടുവരിക എന്നുള്ളതാണ്. ലോൺ സിൻഡിക്കേഷൻ ആൻഡ് കൺസോർഷ്യം ലെൻഡിങ്. എന്താ ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെർ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് ജോയിന്റ്ലി പ്രൊവൈഡ് എ ലാർജ് ലോൺ ടു എ ബോറോവർ. A lead bank arrange the loan and coordinates among other banks. This method reduces the risk of lender. Consortium lending എന്നാണ് അതിനെ പറയുക. Occurs when several banks finance a large ഇത്. അതായത് മറ്റേത് അവരെല്ലാവരും കൂടി ലോൺ സിൻഡിക്കേഷൻ എന്നുള്ളത് വേറെ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് ജോയിന്റ്ലി പ്രൊവൈഡ് എ ലാർജ് ലോൺ. ഇവിടെ where several banks finance a large project, each bank contributes a portion to the total loan.
ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സിനാണ് ഉപയോഗിക്കാറ്. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വലിയൊരു കോംപ്ലക്സ് ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റി ചെയ്യുന്നതിനെയാണ് പറയുക വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്നാണ് അതിനെ പറയുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ഫോർ റെസ്പോൺസിബിലിറ്റി, ഷെഡ്യൂളിംഗ് ആൻഡ് എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. ഇനി അതിൽ എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ്, നമുക്ക് നല്ലോണം കൃത്യമായിട്ട് അറിയാം. നമ്മളിതിൽ പറയുന്ന അതേ ക്വസ്റ്റ്യൻ വന്നു. ഓൺ ഫണ്ട്സ് ഉപയോഗിക്കുക, ഇക്വിറ്റി ഉപയോഗിക്കുക, പ്രിഫറൻസ് ഉപയോഗിക്കുക, ലോങ് ടേം ലോൺസ് ഉപയോഗിക്കുക, ഡിബെഞ്ചേഴ്സ് ഉപയോഗിക്കുക, ഇന്റേണൽ സോഴ്സസ് ഉപയോഗിക്കുക. സോ അതിന് പുറമെ നമ്മൾ വല്ല ഗവൺമെൻറ് ഗ്രാൻറ്റുകളും സബ്സിഡീസും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരിക. മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ട്സ്, മാനുഫാക്ചറിങ് പ്രൊജക്ട്സ് ഉണ്ട്, സർവീസ് പ്രൊജക്ട്സ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്, എക്സ്പാൻഷൻ പ്രോജക്റ്റ്, മോഡേണൈസേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് പ്രൊജക്ട്സുകൾ ഉണ്ട്. ഇതാണ് പല ടൈപ്പ് ഓഫ് പ്രൊജക്ട്. സോഷ്യൽ പ്രൊജക്ട് അതായത് വെൽഫെയർ ലൈക്ക് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസിലേക്ക് പോണത് സോഷ്യൽ. ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ബ്രിഡ്ജ്, പവർ പ്ലാന്റ്സ് ഒക്കെ. ടേൺ കീ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദി എൻറ്റയർ ആൻഡ് ഹാൻഡ്സ് ഓവർ ദ, അതായത് ടേൺ കീ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ പൈസ വാങ്ങിക്കുക, താക്കോലാർക്ക് കൊടുക്കുക, ഓണറേൽ കൊടുക്കുക. ഇതിനെയാണ് ടേൺ കീ പ്രോജക്ട്സ് എന്നാണ് അതിനെ പറയുക. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് 3 വീഡിയോസ്. മറക്കരുത്, വേഗം തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആർക്കാണോ ആവശ്യം അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബും ബെൽ ബട്ടണും അമർത്തണം. സോ താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത എക്സാംസ് ഏതാണെന്ന് പറയുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതേപോലെ ബിബിയുടെ അടുത്ത സബ്ജക്റ്റും ഇതുപോലെ തന്നെ ഒരു PYQ ചെയ്തു തരാം. പക്ഷെ അതിന് മുമ്പ് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചാറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതണം. അപ്പം നേരമില്ല, നന്നായി പഠിച്ചോളൂ, ഹാർഡ് വർക്ക് ചെയ്തോളൂ നന്നായിട്ട്, പക്ഷെ സ്മാർട്ടായിരിക്കും വേണം അതേ സമയം. അപ്പോൾ നല്ലൊരു എക്സാം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവട്ടെ എന്നുള്ളത്. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുന്ന വിശ്വാസമുണ്ട്. മറക്കാതെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. സോ ബൈ.